നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്ന പ്രതിപാദിക്കുന്ന നാളത്തെ ദിനം 2026 ജൂലൈ മാസം 24-ാം തീയതി, അതായത് 1201 കർക്കടക മാസം 8-ാം തീയതി ശുക്രവാരം, വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. 10:30 മുതൽ കാലത്ത് 12 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:16, അസ്തമയം വൈകിട്ട് 6:47. നാളെ വെള്ളിയാഴ്ചത്തെ ഒരു പോരായ്മ നാം പറയുക, ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പറ്റാത്ത ദിവസമാണ് വെള്ളിയാഴ്ച. അപ്രകാരം തന്നെയാണ് ബുധവാരവും ബുധനാഴ്ചയും. നാളത്തെ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത, ചന്ദ്രൻ വെളുത്തപക്ഷത്തിൽ വളരെ ബലവാനായി വരികയാണ്. നാളെ വെളുത്തപക്ഷത്തിലെ ദശമി തിഥിയാകുന്നു. കാലത്ത് 9:15 വരെ വെളുത്തപക്ഷത്തിലെ ദശമിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 9:15 കഴിഞ്ഞാൽ പിന്നെ വെളുത്തപക്ഷത്തിലെ ഏകാദശി. പക്ഷേ ഏകാദശി നാം ശനിയാഴ്ചയാണ്, കാരണം ശനിയാഴ്ച 13-ൽ പരം നാഴിക ഏകാദശിയുണ്ട്. നാളത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ് അനിഴം നക്ഷത്രം. നാളത്തെ തിഥി നല്ലതാണ്, ശുഭദിനമാണ്, ശുഭനക്ഷത്രമാണ്. അനിഴം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ്. നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം, അപ്രകാരം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, പ്രിയങ്ക ഗാന്ധി, രമേശ് ചെന്നിത്തല, ഇവരൊക്കെ തന്നെ അനിഴം നക്ഷത്രക്കാരാകുന്നു. രാശിയുടെ ഒരു പ്രത്യേകത, സ്പിരിച്വലി ദേ ആർ വെരി സ്ട്രോങ്. APJ അബ്ദുൽ കലാം വിവാഹം കഴിച്ചിട്ടില്ല, ശ്രീ നരേന്ദ്രമോദി വിവാഹം കഴിച്ചു എന്ന് പറയുന്നു, അതും നിലനിന്നില്ല. ഒരു ആത്മീയമായ ഓറ വളരെയധികം പ്രദാനം ചെയ്യപ്പെടുന്ന നക്ഷത്രമാണ് അനിഴം. അപ്രകാരം എന്തുകൊണ്ടാണെന്നതിന് കാരണം, അപ്രകാരം ശനി ഭരിക്കുന്ന നക്ഷത്രമാണ് ഇതൊക്കെ. പൂയം, അനിഴം, ഉത്രട്ടാതി. ഇവരുടെ വിവാഹ ജീവിതം പലപ്പോഴും അത്ര ശുഭമായിരിക്കില്ല. വിവാഹം കഴിഞ്ഞാലും ഫാമിലി ലൈഫിനും അപ്പുറം ഇവർക്ക് പലപ്പോഴും ആത്മീയമായ ഒരു ഉണർവ്, അതുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ, യോഗ വിഷയങ്ങളിലൊക്കെ തന്നെ വളരെയധികം താല്പര്യമൊക്കെ പ്രകടിപ്പിക്കുന്നത് കാണാവുന്നതാണ്. അനിഴം നക്ഷത്രമാകയാൽ ശനീശ്വരന് നെയ്വിളക്ക് സമർപ്പിക്കാം കാലത്ത്. നാളെ 9:15 മുതൽ 10:15 സമയം. നാളെ വെള്ളിയാഴ്ച ശനിയുടെ കാലഹോരയാണ്. അതിനാൽ 9:15-നും 10:15-നും ഇടയിലുള്ള സമയത്ത് ശനീശ്വരന് നെയ്വിളക്ക് സമർപ്പിക്കാം. ഓം ശം ശനീശ്വരായ നമഃ എന്ന് പ്രാർത്ഥിക്കാം. അപ്രകാരം തന്നെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് നന്നായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാൻ അവിടെ ഗത ഒപ്പിക്കൽ തുടങ്ങിയ കർമ്മങ്ങൾക്കും നാളത്തെ ദിനം വളരെ അനുകൂലമാണ്. നാളെ ഏറ്റവും നല്ല ശുഭമുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാളെ 2 മണി മുതൽ ഉച്ചയ്ക്ക് 3:15 വരെയുള്ള സമയം ഏറ്റവും ശുഭമായ സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങളും ആ ഒരു സമയം പ്രത്യേകിച്ച് ചെയ്യാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.